പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ സുനിൽ മഠത്തിൽ. നമ്മുടെ ചില ആളുകളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അല്ലേ? അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് അറിയാം, നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ. പ്രകൃതിയിലേക്ക് നോക്കിയാൽ, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ, അങ്ങനെ മറ്റ് ഓരോരോ കാര്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ട് വിഷമിക്കുകയാണ് എന്താ സംഭവിക്കുക? തീർച്ചയായിട്ടും മനസ്സിലായി. അങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആവശ്യമില്ലാണ്ട് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ അനാവശ്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വിഷമിക്കുമ്പോൾ എന്താ സംഭവിക്കാതെ? അത് നമ്മുടെ ജീവിതത്തെ തന്നെ ഭാരപ്പെടുത്തും അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ 2018 പ്രളയം ഉണ്ടായി. വരുന്ന വർഷം 2026 വലിയ പ്രളയം ഉണ്ടാകുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരു ചിന്ത മനസ്സിൽ വരുത്തിയിട്ട്, അല്ലെ അങ്ങനെ പ്രളയം വന്നാൽ എന്ത് ചെയ്യും? ഇപ്പോൾ 2018 പ്രളയം വന്നപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി 2026 അങ്ങനെ ഒരു പ്രളയം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ എന്താ സംഭവിക്കുക? അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഭാരപ്പെടുത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് തൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തൻ്റെ മനസ്സിൻ്റെ ഭാരം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അത് സംഭവിക്കാതെ അവരുടെ ജീവിതത്തിൽ അതൊരു പ്രയാസമാകും, ഭാരമായിട്ട് മാറും. പക്ഷേ നിയന്ത്രിക്കാനാവുന്ന കാര്യങ്ങളിലോ സത്യസന്ധമായി ശ്രമിക്കുന്ന എന്താ സംഭവിക്കുക? നമുക്ക് നിയന്ത്രിക്കാനാകുന്ന കാര്യങ്ങളിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്യസന്ധമായി ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് എനർജി ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മളെ ശക്തരാക്കും, നമുക്കത് ഊർജം പകരുന്ന കാര്യങ്ങളായിരിക്കും. കാരണം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പം മാറ്റം തുടങ്ങേണ്ട എവിടെയാണ്? സാഹചര്യങ്ങളിൽ നിന്നല്ല, നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുക. അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങൾ അതങ്ങനെ വന്നു പോകും. അത് വന്നേ പറ്റൂ, വരേണ്ടതാണെങ്കിൽ. അതല്ല എങ്കിൽ വരില്ല. ഓക്കെ, അതൊക്കെ മുകളിലുള്ള ഒരാളുടെ കയ്യിലാണ്, നമുക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. അതൊക്കെ സർവശക്തനായ ദൈവത്തിൻ്റെ കൈ കിടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. അതുവഴി നമുക്ക് നമ്മൾ സ്വയം ശക്തരാകാം. ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.